ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഖത്തറിലെ ലുസൈൽ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പ്ലേസ് വെൻഡോം ഖത്തറിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇത് ഖത്തറിലെ ഒരു വിസ്മയമാണ് കേട്ടോ. ഇതൊരു പാലസ് അല്ല, ഒരു മാളാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും തെറ്റിദ്ധരിക്കരുത്. ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു കലാപരമായ ഒരു നിർമ്മിതിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പാലസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മാളിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് മെട്രോ പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ മെട്രോ ഇറങ്ങി നമ്മൾ ലിഫ്റ്റിൽ മുകളിലേക്ക് എത്തുമ്പോൾ നേരെ നമ്മൾ ഈ ഒരു മോളിൻ്റെ എൻട്രൻസിലേക്കാണ് നമ്മൾ എത്തുക. പിന്നെ അവിടുന്ന് നമ്മൾ അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെയറിലൂടെ മുകളിലേക്ക് പോകുക. അതിനുശേഷം നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു രാജകീയമായ കാഴ്ചയാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. ഒരു വൈറ്റ് ബ്യൂട്ടിയാണ്, മൊത്തം വൈറ്റ് കളറാണ് അവിടെ. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഒരുപാട് സ്പേസാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ അധികം ആളുകളെയൊന്നും കാണുന്നില്ലല്ലോ എന്ന്. പക്ഷെ അത്രയും വലിയ സ്പേസാണ്. അതുകൊണ്ടാണ് നമുക്ക് ആളുകൾ കുറവാണെന്ന് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ഖത്തറീസാണ് കൂടുതൽ. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അധികം അറബികളെയൊന്നും നമ്മൾ ഈ ഖത്തറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വന്നു കഴിയുമ്പോൾ കൂടുതൽ എവിടെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലും അതേപോലെ നമ്മൾ ഒരു മാളിൽ പോയാലും ഒക്കെ കൂടുതലും മലയാളീസിനെയും അതേപോലെ മറ്റു വിദേശികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ വന്നപ്പോൾ കൂടുതലും ഖത്തറീസിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ വിദേശികളും അതുപോലെ തന്നെ ഖത്തറീസും എല്ലാം ഒരുപോലെ വന്ന് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു മാളാണ്. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൂള് തന്നെയാണ്. ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിൽ കാണുമ്പോൾ എനിക്കെന്തോ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അത്ര ഭംഗി നമുക്ക് എന്തായാലും മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലോ കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയുകയാണ് ഒന്നുകൂടെ, ഈ ഒരു പൂളെന്ന് ഇതിനെ പറയുവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പൂളാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ ഇതുപോലെ തോണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ സവാരി ചെയ്യാം. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നടുഭാഗത്ത് കണ്ടില്ലേ, അവിടെ ഒരു പൂള് പോലെ കാണാം. അവിടെയാണ് ലൈറ്റ് ഷോ നടക്കുന്നത്. അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും അടിപൊളി ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഉള്ളത് വെൻഡോം മാളിലാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു മാളിലെ കൗതുക കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ ഈ ഒരു ഭംഗി, എനിക്ക് ഈ ഒരു കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ മാളെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അടിപൊളി മാളാണ് കേട്ടോ. നമ്മുടെ ഒരു പാലസിൽ വന്ന ഒരു ഫീലാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ലൈറ്റ് ഷോ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അധികം വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല, ഒരു കുഞ്ഞു വീഡിയോ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഈ ഒരു മാളിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ നിന്ന് ഡയറക്റ്റായിട്ടൊരു കനാൽ ഇങ്ങോട്ട് റൺ ചെയ്യുന്നു എന്നതാണ്. മൾട്ടി ബില്യൺ ഖത്തറി റിയാൽ ഉപയോഗിച്ചിട്ടാണ് ഈ ലുസൈൽ സിറ്റിയിൽ ഈ ഒരു വലിയൊരു മാള് ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. 2014 തുടങ്ങി വെച്ച യുണൈറ്റഡ് ഡെവലപ്പേഴ്സിൻ്റെ പ്രൊജക്റ്റ് പൂർത്തീകരിക്കുന്നത് 2022 ഏപ്രിൽ 15-നാണ്. 2 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലിൽ തുടങ്ങി 560ഓളം വ്യത്യസ്തമാർന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. നമ്മളിപ്പോൾ ഈ മൈസൂർ പാലസിലൊക്കെ പോകില്ലേ, എനിക്ക് അങ്ങനെ കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നമ്മൾ ഈ മൈസൂർ പാലസിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, കലാപരമായും സാംസ്കാരികപരമായിട്ടും ഒക്കെ നിർമ്മിച്ചിട്ടുള്ള പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ബിൽഡിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ആ ഒരു രീതിയിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. പിന്നെ ഒരിക്കലും ഞാൻ മുഴുവനായിട്ട് ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവിടെ വന്നു, ഈ ലൈറ്റ് ഷോ ഒന്ന് കാണാൻ വേണ്ടി വന്നു.
ഉണ്ടായിരുന്നു. അത് വളരെ എന്താ പറയുക രസകരമായിരുന്നു. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ആ ഒരു സൗണ്ടൊന്നും കേൾക്കാത്തതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുമോ അറിയില്ല. അപ്പോൾ നമുക്ക് ഈ കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കേൾപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സൗണ്ട് ഞാൻ കട്ട് ചെയ്തേക്കാം. ആ ഒരു മ്യൂസിക്കും കൂടെ വരുമ്പോൾ മാത്രമേ നമുക്കിത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മ്യൂസിക്കിനനുസരിച്ചാണ് ആ ഒരു വാട്ടർ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ 1 മണിക്കൂറൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കിത്രേ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിലും എനിക്കത് മുഴുവനായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകും. അപ്പോൾ ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലെ ഖത്തറിലുള്ളവരും അതേപോലെ ഖത്തറിലേക്ക് ഇനി വരാനിരിക്കുന്നവരും ഇവിടെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ തീർച്ചയായും വരേണ്ട ഒരു ഇടമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാണുമ്പോൾ കൗതുകം തോന്നുന്ന എല്ലാമാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, എൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ലൈറ്റ് ഷോ ഒക്കെ കണ്ട് കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് എല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ല, അവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനേ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇതവിടുത്തെ വാഷ്റൂമാണ്. എന്താ പറയുക, രാജകീയം എന്നല്ലാതെ ഒന്നും പറയാനില്ല കേട്ടോ. ഒരു സംഭവമാണ് വാഷ്റൂമാണ് ഫ്രണ്ട്സ്. 2-3 മണിക്കൂറുകൾ പോയതുപോലും അറിഞ്ഞില്ല കേട്ടോ. ഇത്രയും ഞങ്ങൾ കണ്ടുള്ളൂ, പക്ഷേ 2-3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. അത്രയ്ക്ക് ഭംഗിയും അത്ര എൻജോയ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ആ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു എസ്കലേറ്റർ കാണാം. അതിലൂടെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ മെട്രോ സ്റ്റേഷനായി. അവിടുന്ന് മെട്രോയിൽ കയറുക, നമുക്ക് പോകേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഇറങ്ങുക, അത്രയേ ഉള്ളൂ. അല്ലാതെ പോകാനൊന്നും ബുദ്ധിമുട്ടില്ല. വണ്ടി ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ വാഹന സൗകര്യക്കുറവ് കൊണ്ടൊന്നും ആരും പോവാതിരിക്കരുത്. ഖത്തറിലേക്ക് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മാളാണ്. ഒരു വിസ്മയം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. മാൾ എന്ന് പറഞ്ഞ് അതിനെ ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ ആ സിറ്റി ഒരുവിധം പിന്നെ പ്രധാനപ്പെട്ട കുറേ ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നില്ലേ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻ്റൊക്കെ അവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കുറച്ച് നേരം വാച്ച് ചെയ്ത് അവിടെ ഇങ്ങനെ നിന്നു. ഞാൻ റോഡിലൂടെ പോകുമ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഞങ്ങളിതാ താഴേക്ക് കണ്ടില്ല, ആ എസ്കലേറ്റർ ഇറങ്ങി വരുമ്പോൾ അത് ആ ഒരു മോളിൻ്റെ മുറ്റത്ത് തന്നെയാണ്. അപ്പോൾ തന്നെ മെട്രോ സ്റ്റേഷനാണ്. എന്നിട്ട് നമ്മൾ മെട്രോയിൽ കയറി, ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർ ഒരു മലയാളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗിൽ നമുക്ക് കാണാം. Thanks for watching. Bye bye.